ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പുറത്ത് പോയി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരാളുടെ പേഴ്സ് എനിക്ക് കളഞ്ഞു കിട്ടി. അപ്പോൾ അതിൽ വിലപ്പെട്ട കുറേ രേഖകളുണ്ട്. ലൈക്ക് ഒരു വണ്ടിയുടെ RC ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ ഒറിജിനൽ ആധാർ, ഒറിജിനൽ പാൻ കാർഡ് തുടങ്ങി ഒരുപാട് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളും അതുപോലെ തന്നെ ബാങ്കിൻ്റെ ATM കാർഡുകളും ഒക്കെ കാണാനിടയായി. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കുറേ ഇതൊക്കെ എന്താ പറയുക, ഗോൾഡിൻ്റെ അവർ പർച്ചേസ് ചെയ്തിട്ടുള്ള എൻ്റെ മെമ്പർഷിപ്പ് കാർഡുകളും ഡയമണ്ടിൻ്റെ കാർഡുകളൊക്കെ കാണാനിടയായി. അപ്പോൾ ഇതെല്ലാം തിരികെ ഏൽപ്പിക്കാം എന്നുള്ള വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാന്നുള്ള, അവർക്ക് റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. റിട്ടേൺ ചെയ്യാനായിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് ചെയ്ത സമയത്ത് നമുക്ക് അവർ ആ ഒരു എന്താ പറയുക, അവരുടെ ആധാറിലുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ വേറെ ആരോ ആണ് ആ ഫോണ് എടുത്തത്. അപ്പോൾ അവർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്പറൊന്നും ആ പേഴ്സിലില്ല. പക്ഷേ രേഖകൾ വളരെ വിലപ്പെട്ടതായതുകൊണ്ട് അത് തിരികെ ഏൽപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള പ്രയാസം നല്ല രീതിയിൽ എനിക്കറിയാം. കാരണം ഈ അടുത്ത് തന്നെ എൻ്റെ ഒരു സാധനം ഇതേമാതിരി പോയിട്ട് അത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഓടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഇതെന്തായാലും നമുക്ക് കിട്ടിയിടത്തുനിന്ന് തന്നെ നമുക്കത് തിരികെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് തന്നെ കോൾ ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല. ബൈ പോസ്റ്റായിട്ട് നമുക്കത് റിട്ടേൺ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് ഞാൻ റിട്ടേൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതാണ് അവരുടെ പേഴ്സ്. ഇതിലൊരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനിത് റിട്ടേൺ ചെയ്യാണ്. നേരെ വെച്ച പോലെ ഇനി അത് മടക്കിയിട്ട് ഒട്ടിക്ക്, ശരിക്കും ഒട്ടിക്ക്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്തരം പേഴ്സിൽ ഇത്തരം എന്താ പറയുക, വളരെ വിലപ്പെട്ട രേഖകൾ നിങ്ങൾ വെക്കാതിരിക്കുക. വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട അതിൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പർ അത് നിങ്ങൾ അതിൽ വെക്കുക. കാരണം അത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമുക്ക് ഇപ്പോൾ ഓരോ പോക്കറ്റടിക്കാരുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വീണ് പോവുകയൊക്കെ ആരുടെ അടുത്തൊന്നും സംഭവിക്കാം. പക്ഷെ അത്തരം സാഹചര്യത്തിൽ തിരികെ ഏൽപ്പിക്കാൻ മനസ്സുള്ള ഒരാളുടെ കയ്യിലാണ് എത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്താ പറയുക, ഒരു നമ്പർ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് എത്രയും പെട്ടെന്ന് നമ്മുടെ കരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഒരു ഫോൺ നമ്പർ നിങ്ങളതിൽ സൂക്ഷിക്കുക. പരമാവധി അത്തരം സാധനങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് മാത്രം നമ്മൾ പുറത്ത് കൊണ്ടുപോയി നടക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പോൾ ഞങ്ങളിത് കൊണ്ടുപോകുന്നത് വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും സ്പീഡ് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ഇറങ്ങി. ഹായ് പന്നെ.